പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 9-16 വാക്യം. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. പൗലോസ് പറഞ്ഞ ഈ വാക്കുകൾ ഒരു സാധാരണ പ്രസ്താവനയല്ല, മറിച്ച് അത് ദൈവഹൃദയത്തിൽ നിന്നുള്ള ഒരു തീപാറുന്ന വിളിയാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇതാണ് ദൈവനിയോഗത്തിന്റെ തീവ്രത. സുവിശേഷം പറയുക എന്നത് ഒരു ഓപ്ഷൻ അല്ല, അത് ഒരു ദൈവിക നിർബന്ധമാണ്. ദൈവം നമ്മിൽ വെച്ച ആ വിളി മിണ്ടാതാക്കുവാൻ ആവാത്തതാണ്. പ്രവാചകൻ യെരമ്യാവ് പറഞ്ഞതുപോലെ, ഞാൻ മിണ്ടാതിരിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ ഉള്ളിൽ തീ കത്തിയിരിക്കുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ ഒരു തീ വെച്ചിരിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള തീ, ദൈവഹൃദയത്തെ പങ്കുവയ്ക്കുവാനുള്ള തീ, സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാനുള്ള തീ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും പറയുന്നു, ഈ തീ നിങ്ങൾ അടക്കി വെക്കരുത്. ലോകം തണുത്തു പോകുന്ന ഈ കാലത്ത് ദൈവം നമ്മെ കത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ സ്നേഹത്താൽ കത്തുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ ആത്മാക്കളെ ഉണർത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുന്നു, നിന്റെ ഉള്ളിലെ തീ ഇപ്പോഴും കത്തുന്നുണ്ടോ? ദൈവ നിർബന്ധം ഇപ്പോഴും നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ? നമുക്ക് ആ തീയെ പുതുക്കാം. സുവിശേഷം പറയാതെ നമുക്ക് ശാന്തതയില്ല. ദൈവഹൃദയം പങ്കുവെക്കാതെ നമുക്ക് വിശ്രമവുമില്ല. നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. അതാണ് നമ്മുടെ പ്രേരണ. ദൈവം വെച്ച തീയിൽ കത്തുന്നവരാകാം നമുക്ക്. സുവിശേഷം പറയാതെ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ദിവസങ്ങളിൽ ആത്മാവ് നമ്മളെ കരം പിടിക്കട്ടെ. ദൈവഹൃദയം ഈ ലോകത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം. ഈ ഒരു സമർപ്പണത്തോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന അങ്ങയുടെ നിർബന്ധത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിനെ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആ തീ ഈ നാളുകളിൽ അധികം കത്തുവാൻ സ്വർഗം ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വചനം കേട്ട ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.